بسم الله الرحمن الرحيم. ولقد آتينا موسى الكتاب وجعلنا معه أخاه هارون وزيرا فقلنا اذهبا إلى القوم الذين كذبوا بآياتنا فدمرناهم تدميرا وقوم نوح لما كذبوا الرسل أغرقناهم وجعلناهم للناس آية وأعتدنا للظالمين عذابا أليما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1211 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുർഖാനിലെ 35 മുതൽ 37 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ആതൈനാ മൂസൽ കിതാബ വജഅൽനാ മഅഹു അഖാഹു ഹാറൂന വസീറാ فقلنا اذهبا إلى القوم الذين كذبوا بآياتنا فدمرناهم تدميرا وقوم نوح لما كذبوا الرسل أغرقناهم وجعلناهم للناس آية وأعتدنا للظالمين عذابا أليما. صدق الله العلي العظيم. സൂറത്തുൽ ഫുർഖാനിലെ 35 മുതൽ 37 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തിന്റെ തുടക്കം മുതൽ ഈ 34-ാമത്തെ ആയത്ത് നമ്മൾ ഇന്നലെ പിന്നിട്ട് കഴിഞ്ഞു. ആ ആയത്ത് വരെയുള്ള ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള എതിർപ്പുകളും ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ ആണ് കൈകാര്യം ചെയ്യുകയുണ്ടായത്. മക്കയിലെ പ്രബോധിത സമൂഹം നിരന്തരം കാണിച്ചുകൊണ്ടിരുന്ന ധാർഷ്ട്യ മനസ്ഥിതിയും നിഷേധവും അള്ളാഹുവിന്റെ ദൂതൻ അവരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന് അവര് കാണിക്കുന്ന ചെറുത്തുനിൽപ്പും എതിർപ്പും വിയോജിപ്പും ഒക്കെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള സുപ്രധാനമായ പല കാര്യങ്ങളും നമ്മൾ ഈ സൂറത്തിന്റെ പിന്നിട്ട ഭാഗത്ത് കാണുകയുണ്ടായത്. ഈ നിഷേധികൾ എന്ത് വിധത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഏറ്റുവാങ്ങാനിരിക്കുന്നത് എന്നത് ഇതിനകം സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. നരകപ്രവേശനവും അവര് അനുഭവിക്കേണ്ടി വരുന്ന വളരെ കഠിനമായ അനുഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ ആയത്തുകളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്ന് ചരിത്രത്തിൽ നിന്ന് ചില സംഭവങ്ങളെ, ചില സമൂഹങ്ങളുടെ അനുഭവങ്ങളെ എടുത്തു കാണിക്കുകയാണ് അള്ളാഹു. ഇത്തരം നിലപാടുകാര് പിന്നിട്ട കാലങ്ങളിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് നേരിടേണ്ടി വന്നത്, അവരുടെ ഭൗതിക ലോകത്ത് തന്നെ അവര് നേരിട്ട സാഹചര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ എന്തൊക്കെയായിരുന്നു എന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ച ആയത്തുകളിലും തുടർന്നുള്ള ഏതാനും ആയത്തുകളിലുമായിട്ട്. വിശുദ്ധ ഖുർആന്റെ പൊതുവായ ഒരു ശൈലിയാണത്. അഭിസംബോധന ചെയ്യുന്ന സമൂഹത്തിന്റെ നിലപാടുകളെ മുൻനിർത്തിക്കൊണ്ട് ചരിത്ര സംഭവങ്ങളിലേക്കും പ്രതിഭാസങ്ങളിലേക്കും അവരുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്ന വിധത്തില്
കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നത്. ചരിത്രത്തിൽ നിന്നാണ് മനുഷ്യൻ ഏറ്റവുമേറെ പാഠം ഉൾക്കൊള്ളാനുള്ളത്. കാരണം മനുഷ്യന്റെ ഭൂമുഖത്തെ ഭാഗധേയം നേരത്തെ അനുഭവിച്ച ആളുകള് അവർ സ്വീകരിച്ച നിലപാടുകളും അവര് കൈക്കൊണ്ട നടപടികളും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് ആ നടപടികളിൽ നിന്ന്, ആ നിലപാടുകളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല ഇപ്പോ പുതിയ തലമുറ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടും നടപടികളും ഒക്കെ എന്നത് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങള് ഈ നിലപാടുകളാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഇതുപോലെയുള്ള നിലപാടുകൾ സ്വീകരിക്കുകയുണ്ടായ തലമുറകള് നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരാരും അവരുടെ ആ നിഗളിപ്പിലും ധാർഷ്ട്യത്തിലും ഒരു നേട്ടവും കൈവരിക്കുകയുണ്ടായിട്ടില്ല എന്നല്ല, വലിയ ദുരന്തങ്ങൾ തന്നെയാണ് അവര് ഏറ്റുവാങ്ങിയുണ്ടായിട്ടുള്ളത് എന്നത് സമകാലിക സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് ചരിത്രത്തിൽ നിന്ന് അള്ളാഹു പല കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നത് മനുഷ്യന്റെ ഒരു സ്വാഭാവികമായ പ്രവണതയാണ്. മനുഷ്യർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കലും അങ്ങനെ ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ സ്വേച്ഛാധിപതികളുടെ ഏകാധിപത്യത്തിന്റെ ഒക്കെ മുഷ്കും ധാർഷ്ട്യവും അനുഭവിക്കേണ്ടി വരുമ്പോ പിന്നിട്ട കാലങ്ങളില് പല സമൂഹങ്ങളിലും സമാനമായ വിധത്തില് സ്വേച്ഛാധിപതികളും ഏകാധിപതികളും ഒക്കെയായി വിരാജിച്ചിരുന്ന ആളുകളുടെ സംഭവങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് ഇവരെ താക്കീത് ചെയ്തുകൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ പോലും പലരും സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ പലപ്പോഴും ഇപ്പോ ഫാഷിസത്തെ കുറിച്ച് പറയുമ്പോ ഫാഷിസ്റ്റ് നിലപാട് കാണിച്ചിരുന്ന പഴയ കാലത്തെ ലോക നേതാക്കന്മാര് അല്ലെങ്കിൽ ഭരണാധികാരികള്, അധികാരസ്ഥന്മാര്, അവരെയൊക്കെ പരാമർശിച്ചുകൊണ്ട് അവരുടെ അനുഭവങ്ങള് നിങ്ങളുടെ കാര്യത്തിലും ആവർത്തിക്കുകയാണ് ഉണ്ടാവുക എന്ന ഒരു താക്കീത് നൽകപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു പ്രവണതയാണ്. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നത് മനുഷ്യന്റെ സാധ്യതകളിൽ പെട്ട ഒന്നാണ്. അതുകൊണ്ടായിരിക്കണം അള്ളാഹു ഈ നിഷേധികളുടെ സമൂഹത്തെ കേൾപ്പിക്കാൻ വേണ്ടി പിന്നിട്ട സമൂഹങ്ങളുടെ ചില സംഭവങ്ങളും അനുഭവങ്ങളും ഇവിടെ പങ്കുവെക്കുന്നത്. ഈ സൂറത്തിലെ 35 മുതൽ 37 വരെയുള്ള നമ്മളിപ്പോ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളിൽ, അതുപോലെ തുടർന്ന് ചില ആയത്തുകളിലും അങ്ങനെ ചില കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. വലഖദ് ആതൈനാ മൂസൽ കിതാബ വജഅൽനാ മഅഹു അഖാഹു ഹാറൂന വസീറ. അല്ലാഹുവിന്റെ മൂസ അലൈഹിസ്സലാമിന് വേദഗ്രന്ഥം നൽകിയ കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വലഖദ് ആതൈനാ മൂസ അൽ കിതാബ, മൂസാക്ക് നാം വേദഗ്രന്ഥം നൽകുകയുണ്ടായി, മൂസാക്ക് നാം ഗ്രന്ഥം നൽകുകയുണ്ടായി. വലഖദ് ആതൈനാ മൂസൽ കിതാബ വജഅൽനാ മഅഹു അഖാഹു, അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂൻ അദ്ദേഹത്തിന്റെ വസീറായിട്ട്, സഹായിയായിട്ട്, അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിലെ പങ്കാളിയായിട്ട് നിശ്ചയിക്കപ്പെടുകയും ചെയ്തു. ഈ കാര്യമാണ് അള്ളാഹു ഇവിടെ അനുസ്മരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ പഠനം പൂർത്തിയാക്കി പിന്നിട്ട സൂറത്തുകളിലും ഇനി വരാനുള്ള സൂറത്തുകളിലും ഒക്കെയായി പലയിടങ്ങളിലായിട്ട് ആവർത്തിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് മൂസ അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ ഹാറൂൻ അലൈഹി ഇസ്ലാമും. ചരിത്രത്തിൽ ഏറ്റവും കടുപ്പമേറിയ കിരാതമായ ഭരണം കാഴ്ചവെച്ചിരുന്ന, ഏറ്റവും ധിക്കാരിയും സ്വേച്ഛാധിപതിയും അഹങ്കാരിയും ഒക്കെയായി ജീവിച്ചിരുന്ന ഭരണാധികാരിയായിട്ട് അറിയപ്പെടുന്നത് പൗരാണിക ഈജിപ്തിലെ റംസീസ് രണ്ടാമൻ എന്ന പേരിൽ ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന ഫറോവയാണ്, ഫിറോവനാണ്. ഈ ഫിറോവിന്റെ കാലഘട്ടത്തിലാണ്
ദൈവിക ദൗത്യം നിർവഹിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസ അലൈഹിസ്സലാം നിയോഗിക്കപ്പെടുന്നു. മൂസ അലൈഹിസ്സലാം ഫറോവയുടെ കൊട്ടാരത്തില് ബാല്യം ചെലവിടാൻ സാഹചര്യമായതും പിന്നീട് ഈജിപ്തിൽ നിന്ന് അകലെ മദിയൻ പ്രദേശത്തേക്ക് പോവേണ്ടി വന്നതും ആ മദിയൻ പ്രദേശത്ത് അദ്ദേഹത്തിന് 8-10 കൊല്ലം തങ്ങുവാൻ സൗകര്യം ലഭിച്ചതും കുടുംബസമേതം ഈജിപ്തിലേക്ക് പിന്നീട് മടങ്ങുന്ന ഘട്ടത്തില് തൂർ പർവ്വതത്തിന്റെ പരിസരത്ത് വെച്ച് അള്ളാഹു അദ്ദേഹത്തെ വിളിച്ച് ദൗത്യം ഏൽപ്പിക്കുന്നതും ഒക്കെ നമ്മൾ വിശുദ്ധ ഖുർആനില് പിന്നിട്ട ഭാഗത്ത് തന്നെ വിശദമായിട്ട് കാണുകയുണ്ടായതാണ്. ഈ സംഭവബഹുലമായ ദൗത്യ നിർവഹണ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് അള്ളാഹു ഇവിടെ സംക്ഷിപ്തമായിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിലായിട്ട് പരാമർശിക്കുന്നത്. വലഖദ് ആതൈനാ മൂസ, നിശ്ചയമായിട്ടും നാം മൂസാക്ക് നൽകുകയുണ്ടായി അൽ കിതാബ, വേദഗ്രന്ഥത്തെ. ഇവിടെ കിതാബ് എന്നത് വളരെ ഒബ്വിയസ് ആയിട്ട് തന്നെ തൗറാത്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ കഴിയും. മൂസ അലൈഹിസ്സലാം മുഖേന ലോകത്തിന്, ബനു ഇസ്രായേൽ സമൂഹത്തിന് നൽകപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥമാണ് തൗറാത്ത്, ചോറ എന്ന്. 10 കൽപ്പനകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 10 കമാൻഡ്മെന്റ്സ് കൊണ്ട് തുടങ്ങുന്ന ചോറ, അതില് പൂർവിക പ്രവാചകന്മാരെ കുറിച്ചുള്ള വിവരണങ്ങള്, കഥകള് ഒക്കെ ധാരാളം ഉണ്ട്. പല സംഭവങ്ങളും പരാമർശിക്കുന്നുണ്ട്. ഇന്നും നമുക്ക് ഏതോ രൂപത്തിൽ അത് ലഭ്യമാണ് താനും. മൂസ അലൈഹി ഇസ്ലാമിന് അവതരിപ്പിക്കപ്പെട്ട രൂപത്തിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ലാത്ത വിധത്തിലുള്ള പല മാറ്റങ്ങൾക്കും അത് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിന് നാം വേദഗ്രന്ഥം നൽകിയുണ്ടായി എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വേദഗ്രന്ഥം നൽകിയത് ഒരു സംഭവമായിട്ട് എടുത്തു പറയുകയല്ല. വേദഗ്രന്ഥം നൽകപ്പെട്ട അവസ്ഥയിൽ മൂസ അലൈഹി ഇസ്ലാമിനെ ഒരു ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹു ഈജിപ്തിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒരു ദൗത്യം ചുമതലപ്പെടുത്തിക്കൊണ്ട് മക്കയിലെ ആളുകളെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നിയോഗിച്ചയച്ചതുപോലെ മൂസ അലൈഹി ഇസ്ലാം നിയോഗിച്ചയക്കപ്പെട്ടത് ഈജിപ്തിലേക്കാണ്. അദ്ദേഹം മദിയനിൽ കഴിയുന്ന കാലത്ത് അവിടുന്ന് മടങ്ങുമ്പോഴാണ് അങ്ങനെ ചുമതല ഏൽപ്പിക്കപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് അദ്ദേഹത്തെ നാം തയ്യാറാക്കി കൊണ്ടുവന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. വസ്തനഅ്തുക ലീ എന്ന് പറഞ്ഞുകൊണ്ട്, എന്നെ എനിക്ക് വേണ്ടി ഞാൻ ഒരുക്കി കൊണ്ടുവന്നു എന്ന് പറയുന്ന കാണാം. എന്തായാലും മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ആ ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തതാണ്. ബനു ഇസ്രായേൽ സമൂഹത്തിൽപ്പെട്ട ആളായിരുന്നു മൂസ അലൈഹി ഇസ്ലാം. ബനു ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ദുരിതം നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലമാണ് ഈജിപ്തില് മൂസ അലൈഹി ഇസ്ലാം അവരുടെ നേതാവായി രംഗത്ത് വരുന്ന കാലം. നേരത്തെ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെയും പിതാവ് യാഖൂബ് അലൈഹി ഇസ്ലാമിന്റെയും കാലത്ത് ഈജിപ്തില് വലിയ പദവിയും സ്ഥാനവും ഒക്കെ അലങ്കരിക്കാൻ അവസരം കിട്ടിയ ഒരു സമൂഹമാണ് ഇസ്രായേൽ സമൂഹം. ഈജിപ്തിന്റെ ഭരണാധികാരം ഏറ്റെടുക്കാൻ യൂസുഫ് അലൈഹി ഇസ്ലാമിന് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ സഹോദരന്മാരും മാതാപിതാക്കളും ഒക്കെ അവിടെ എത്തുന്നത്. തുടർന്ന് കുറെ കാലം ഈജിപ്തിൽ അവർക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് കാര്യങ്ങളൊക്കെ അടിമേൽ മറിഞ്ഞു. ബനു ഇസ്രായേൽ സമൂഹം വലിയ ദുരന്തങ്ങള് പേറേണ്ടി വരുന്ന ഒരു കാലമൊക്കെ എത്തുകയാണ്. ഭരണവിഭാഗമായ ഖിബ്തികൾ ബനു ഇസ്രായേൽ സമൂഹത്തെ എല്ലാ നിലക്കും പീഡനങ്ങൾക്ക് വിധേയരാക്കിക്കൊണ്ട് ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് മൂസ അലൈഹി ഇസ്ലാം അവരുടെ ഇടയിൽ ഏറ്റവും സങ്കീർണമായ പ്രതിസന്ധികളുടെ ഇടയിലൂടെ അവരുടെ നായകനായിട്ട് രംഗത്ത് വരുന്നത്. ആ ഒരു ഘട്ടത്തില് മൂസ അലൈഹി ഇസ്ലാമിന് ബനു ഇസ്രായേൽ സമൂഹത്തെ നയിക്കാനും മാർഗദർശനം ചെയ്യാനും അവർക്ക് ഏറ്റവും വലിയ
വിമോചനം നേടിക്കൊടുക്കാനും ഒക്കെ ആയിട്ട് രംഗത്ത് വരുമ്പോ അതിനു വേണ്ട മാർഗദർശനം അടങ്ങിയിട്ടുള്ള കിതാബാണ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായത്. ഈ ഒരു കാര്യമാണ് അള്ളാഹുവിടെ പരാമർശിക്കുന്നത്. വലഖദ് ആതൈന മൂസൽ കിതാബ വജഅൽന മഅഹു അഖാഹു ഹാറൂന വസീറ എന്നാണ്. വളരെ കുറഞ്ഞ ആളുകളെ പ്രവാചകന്മാര് ഇങ്ങനെ ഒന്നിലേറെ പേര് ഒരുമിച്ച് ദൗത്യം നിർവഹിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കൂട്ടത്തില് മൂസ അലൈഹി ഇസ്ലാമും ജ്യേഷ്ഠ സഹോദരൻ ഹാറൂൻ അലൈഹി ഇസ്ലാമും. മൂസ അലൈഹി ഇസ്ലാമിന് തനിച്ച് ഏൽപ്പിക്കപ്പെട്ടിരുന്ന ദൗത്യം തനിച്ച് അത് നിർവഹിക്കാൻ കഴിയില്ല. തന്റെ സംസാര വൈഭവം ഒക്കെ പ്രയാസത്തിലാണ്. മാത്രവുമല്ല ഫറോവയെ പോലെയുള്ള ഒരു ധിക്കാരിയായ ഭരണാധികാരിയുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മുട്ടുവിറച്ചു പോകാതിരിക്കാൻ കൂടെ ഒരാൾ കൂടി വേണം എന്ന നിലക്ക് മൂസ അലൈഹി ഇസ്ലാം ആവശ്യപ്പെട്ടതാണ് ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ കൂടി ഈ ചുമതലയിൽ പങ്കാളിയാക്കാൻ വേണ്ടി. എന്തായാലും ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ സഹായി ആയിക്കൊണ്ട്, വസീർ ആയിക്കൊണ്ട്, വസീർ എന്ന് പറഞ്ഞ മിനിസ്റ്റർ എന്നൊക്കെയാണ് ആധുനിക കാലഘട്ടത്തിൽ അർത്ഥകൽപ്പന നൽകപ്പെടാറുള്ളത്. വിസാറത്താണ് മിനിസ്ട്രി അറബി ഭാഷയിൽ. അത് അതിന്റെ റൂട്ട് മീനിങ്ങില് സഹായം എന്ന് തന്നെയാണ്. ഭരണം നടത്തുന്നത് എപ്പോഴും മുഖ്യനായിരിക്കും, മുഖ്യ ഭരണാധികാരിയാണ്. അയാളെ ഓരോ മേഖലയിലും സഹായിക്കുന്നവരായിട്ടാണ് മിനിസ്റ്റേഴ്സ് ഉണ്ടാകുക. അപ്പോ മൂസ അലൈഹി ഇസ്ലാമിനാണ് മുഖ്യമായ ചുമതല. അദ്ദേഹത്തിന് വേണ്ട പിന്തുണ നൽകിക്കൊണ്ട്, സഹായങ്ങള് നൽകിക്കൊണ്ട് കൂടെ നിൽക്കാൻ വേണ്ടിയാണ് ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ജഅൽനാ മഅഹു അഖാഹു ഹാറൂന വസീറ. സ്വതന്ത്രമായൊരു ചുമതലയല്ല. മൂസ അലൈഹി ഇസ്ലാമിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ കൂടെ നിൽക്കാൻ ഹാറൂൻ അലൈഹി ഇസ്ലാമും ഉണ്ടാവണം. ഇതാണ് അള്ളാഹുവിന്റെ തീരുമാനം. വജഅൽനാ മഅഹു അഖാഹു ഹാറൂന വസീറ. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂനെയും നാം സഹായിയായി നിശ്ചയിച്ചു കൊടുക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ദൗത്യ നിർവഹണത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു ദൈവിക സഹായം എന്നുള്ള നിലക്കാണ് ഒന്ന് തൗറാത്ത് നൽകപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തത് ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ സഹായിയായിട്ട് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്. ഫഖുൽന, ഇത്രയും ചെയ്തതിന് ശേഷം അള്ളാഹു പറയുകയുണ്ടായത് ഇങ്ങനെയാണ്. നാം പറഞ്ഞു എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. നാം അദ്ദേഹത്തോട് തുടർന്ന് നിർദ്ദേശം നൽകി. ഇദ്ഹബാ ഇലൽ ഖൗമിൽ ലദീന കസ്സബൂ ബിആയാതിന. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും ദൈവിക പ്രതിഭാസങ്ങളായ സൂചനകളെയും ഒക്കെ കളവാക്കിയ, തള്ളിക്കളഞ്ഞ സമൂഹത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ ഇരുവരും പോവുക. ഇദ്ഹബാ, നിങ്ങൾ രണ്ടുപേരും കടന്നു ചെല്ലുക, പോവുക. എങ്ങോട്ടാണ്? ഇലൽ ഖൗം, ഒരു ജനതയുടെ അടുക്കിലേക്ക്. എന്താണ് ആ ജനതയുടെ പ്രത്യേകത? അല്ലദീന കസ്സബൂ ബിആയാതിന, നമ്മുടെ ആയാത്തുകളെ കളവാക്കിയവരാണ് അവര് എന്നതാണ് അവരുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത. പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുത്തി തരുന്നതായ അസംഖ്യം പ്രതിഭാസങ്ങളുണ്ട് അള്ളാഹുവിന്റെ ആയാത്തുകൾ. ദൈവികമായി അവതരിപ്പിക്കപ്പെട്ട വെളിപ്പാടുകളിലും അത്തരം അസംഖ്യം ആയാത്തുകൾ കാണാൻ സാധിക്കും. അപ്പോ ഈ ആയാത്തുകളെ ഉൾക്കൊണ്ടുകൊണ്ട് സത്യമാർഗം സ്വീകരിക്കുന്ന ആളുകൾ ആണ് സത്യവിശ്വാസികളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെ നിഷേധിക്കുന്ന, അതിനെ ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതിരുന്ന, അതിനെ കളവാക്കിയ, ദൈവിക ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കപ്പെട്ടപ്പോ അതിന്റെ മുന്നിൽ ധിക്കാരത്തോടെയും ധാർഷ്ട്യത്തോടെയും നിലക്കൊണ്ടേ ഇതെന്താണിപ്പോ, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാനല്ലാത്തൊരു ദൈവവും ഈജിപ്തുകാർക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കാനുള്ള ധാർഷ്ട്യം കാണിച്ച ആളുകൾ, അത് ഫറോവയും അയാളെ അക്കാര്യത്തിലൊക്കെ പിന്തുണച്ചു നിന്ന അദ്ദേഹത്തിന്റെ പ്രമാണിമാരും അതുമുണ്ട്. അപ്പൊ ഇവരുടെ അടുക്കിലേക്കാണ് പോകാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിക്കുന്നത്. എന്നിട്ട് എന്താണ് ഉണ്ടായത് എന്നുള്ളത് അവസാനത്തെ കാര്യമാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. ഫദമ്മർനാഹും തദ്മീറ. അങ്ങനെ ഒടുക്കം സംഭവിച്ച ഇതാണ്, അവരെ നാം തകർത്തെറിഞ്ഞു കളഞ്ഞു, അവരെ നാം പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആ ജനത്തെ നാം തകർക്കുക തന്നെ ചെയ്തു.
ദമ്മർനാഹും തദ്മീറ എന്നാണ്. നാം അവരെ പൂർണ്ണമായിട്ടും തകർക്കുക തന്നെ ചെയ്തു. ഒരു വലിയ എഡിഫിസ്, ഒരു സൗധം ഇടിച്ച് തകർക്കുന്നതിന് നമ്മളുടെ JCB ഓപ്പറേഷന്റെ ഒക്കെ കാലാണല്ലോ അത്. ബുൾഡോസർ ചെയ്തുകൊണ്ട് വീടുകളൊക്കെ ഭരണകൂടങ്ങള്, ധിക്കാര നിലപാടുകൾ കാണിക്കുന്ന ഭരണാധികാരികള് ദുർബലരും നിസ്സഹായരുമായ ആളുകളുടെ വീടുകള് അന്യായമായ പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ ഈ പദം ശരിക്കും നമുക്ക് അതിന്റെ സൂചന മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് ഫദമ്മർനാഹും, വലിയൊരു എഡിഫിസ്, ഒരു സൗധം, ഒരു കെട്ടിടമൊക്കെ നിലംപരിശാക്കുന്നതിനാണ് ആ പദം ഉപയോഗിക്കാറുള്ളത്. ഈ ജനതയെ നാം ആ വിധത്തില് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ സകല ദുരഭിമാനത്തിന്റെയും പ്രതീകങ്ങളായ സംഗതികളെ നാം തകർത്തെറിഞ്ഞു കളഞ്ഞു, അവരെ തകർത്ത് നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇതാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കാണാനോ മനസ്സിലാക്കാനോ തരാവാതിരുന്ന ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു സ്വീകരിച്ച നടപടി. വലഖദ് ആതൈനാ മൂസൽ കിതാബ വജഅൽനാ മഅഹു അഖാഹു ഹാറൂന വസീറ. അപ്പോ മൂസ അലൈഹിസ്സലാമിന് നാം വേദഗ്രന്ഥം നൽകുകയും അദ്ദേഹത്തിന് സഹായിയായിട്ട് ഹാറൂൻ അലൈഹിസ്സലാമിനെ നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന കാര്യം പറഞ്ഞിട്ട് അവരെ ചുമതലപ്പെടുത്തിയ കാര്യം ഫഖുൽന ദഹബ ഇലൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച ആ ജനതയുടെ അടുക്കലേക്ക് ചെല്ലുവാനും അവർക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുവാനുമാണ് അല്ലാഹു അവരോട് നിർദ്ദേശിക്കുകയുണ്ടായത്. എന്നാൽ ആ തദ്കിറത്തൊന്നും അവർക്ക് പ്രയോജനം ചെയ്യുകയുണ്ടായില്ല എന്നത് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായിട്ട് പരാമർശിക്കുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങള് ഖുർആനിലെ പല വിവരണങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്നത് വളരെ ചുരുങ്ങിയ വിധത്തിൽ വിവരിക്കുകയാണ് ഇവിടെ. ഫദമ്മർനാഹും തദ്മീറ, നാം അവരെ പൂർണ്ണമായിട്ടും തകർക്കുകയുണ്ടായി, നശിപ്പിക്കുകയുണ്ടായി. ഇത് പറഞ്ഞതിന് ശേഷം ഇത് യഥാർത്ഥത്തിൽ മക്കയിലെ നിഷേധികളായ ആളുകൾക്ക് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ഉപകരിക്കുന്ന വിധത്തിൽ ഒരു സംഭവം അവരുടെ ശ്രദ്ധയിലേക്ക് അള്ളാഹു കൊണ്ടുവന്നതാണ്. അതേപോലെ തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ അള്ളാഹു പരാമർശിക്കുന്നതാണ്. ഖൗമ നൂഹിൻ, യഥാർത്ഥത്തിലെ നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹം മൂസ അലൈഹിസ്സലാമിന്റേതിനേക്കാളൊക്കെ ഒരുപാട് മുന്നെയാണ്. ആദം അലൈഹിസ്സലാമിന്റെ കാലശേഷം മനുഷ്യ സമൂഹം ഒരൊറ്റ സമുദായമായി തന്നെ നിലക്കൊണ്ടിരുന്ന അതിന്റെ അവസാന ഘട്ടത്തിലാണ് നൂഹ് അലൈഹിസ്സലാം ദൗത്യ നിർവഹണം നടത്തുന്നത്. നമുക്ക് ആ സംഭവങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോ നൂഹിന്റെ ജനതയുടെ കാര്യവും ഇത് തന്നെയാണ്. വഖൗമ നൂഹിൻ, നൂഹിന്റെ സമൂഹത്തിന്റെ കാര്യവും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. ലമ്മാ കദ്ദബു റുസുല, അവര് ദൂതന്മാരെ കളവാക്കിയപ്പോ അഗ്റഖ്നാഹും, നാം അവരെ മുക്കിക്കൊല്ലുകയാണ് ഉണ്ടായത്. വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ സാഹചര്യം ഒരുക്കുകയാണ് ഉണ്ടായത് എന്നാണ് അള്ളാഹു പറയുന്നത്. ദൂതന്മാരെ നിരന്തരമായി അവഹേളിച്ചു വിടുകയും അവര് സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചിരുന്ന ഏറ്റവും യുക്തിഭദ്രമായ ആശയങ്ങളെ തള്ളിക്കളയുകയും അവരെ നിസാരമായി കാണുകയും അവരെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സമൂഹം. ആ സമൂഹത്തിനെ ആ കാരണത്താൽ അള്ളാഹു വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ ഇടയാക്കി എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അഗ്റഖ്നാഹും എന്ന് പറഞ്ഞ നാം അവരെ മുക്കിക്കൊന്നു എന്നാണ്. അത് കഥയുടെ തുടക്കമോ മധ്യമോ ഒന്നുമല്ല, അവസാനം എന്തുണ്ടായി എന്നുള്ളത് പറയുകയാണ്.
മൂസ അലൈഹി ഇസ്ലാമിന്റെ ജനതക്ക് അവസാനം ഉണ്ടായ പരിണിതിയെ പരാമർശിച്ച തൊട്ടുമുകളിലെ ആയത്തിലേതുപോലെ തന്നെ ഇവിടെയും സംഭവബഹുലമായ കാര്യങ്ങൾ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും വിശദമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അതിന്റെ ആത്യന്തികമായി എന്താണ് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അഗറഖ്നാഹും, ഒടുക്കം അവരെ നാം മുങ്ങി മരിക്കാൻ ഇടയാക്കി. വജഅൽനാഹും ലിന്നാസി ആയതൻ, മാത്രവുമല്ല ജനങ്ങൾക്ക് എക്കാലത്തേക്കുമായി അവരെ നാം ഒരു ദൃഷ്ടാന്തമാക്കി വെക്കുകയും ചെയ്തു. വജഅൽനാഹും ലിന്നാസി, ജനങ്ങൾക്കായിട്ട് നാം അവരെ നിശ്ചയിച്ചു. ആയതൻ, ഒരു ദൃഷ്ടാന്തമായിട്ട്. അപ്പോ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം ചരിത്രത്തിൽ ഇന്ന് വരെ ദീർഘമായൊരു കാലമുണ്ട്. ഇന്നും അതിൽ നിന്ന്, അവരുടെ അനുഭവത്തിൽ നിന്ന് ലോകം പാഠം ഉൾക്കൊണ്ട് മതിയാക്കിയിട്ടില്ല, തീർന്നിട്ടില്ല. അവരെ കുറിച്ചുള്ള പഠനങ്ങൾ, ആ സമൂഹത്തിന്റെ നേട്ടങ്ങളും അവര് കൈവരിച്ചിരുന്ന വലിയ സാങ്കേതിക മുന്നേറ്റവും ഒക്കെ പഠന വിധേയമാക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ അവര് കാണിച്ച ധിക്കാരത്തിന്റെ ഫലമായിട്ട് അവര് ഏറ്റുവാങ്ങേണ്ടി വന്ന ദുരന്തം, അതിന്റെ വ്യാപ്തിയും ആഴവും ഒക്കെ മനസ്സിലാക്കുന്ന വിധത്തിലുള്ള പഠനവും ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എക്കാലത്തെയും ജനങ്ങൾക്ക് അവരെ ഒരു പാഠമാക്കി നാം വെച്ചു എന്നാണ് അല്ലാഹു കൂടെ സൂചിപ്പിക്കുന്നത്. വജഅൽനാഹും ലിന്നാസി, മുഴുവൻ ജനങ്ങൾക്കും, അവരുടെ കാലശേഷം വന്ന മുഴുവൻ തലമുറകളുടെയും കാര്യത്തില് നാം അവരെ ആയത്തായിട്ട്, ദൃഷ്ടാന്തമായിട്ട്, വലിയ പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രതിഭാസമായിട്ട് അവരെ നാം നിശ്ചയിച്ചു. അലീമ, അതിക്രമകാരികൾക്ക് നാം ഏറ്റവും വേദനയേറിയ ശിക്ഷ ഒരുക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അല്ലാഹു കൂടെ പറയുന്നത്. ഭൂമുഖത്ത് അവര് എല്ലാവരും തന്നെ മുങ്ങി മരിക്കാനിടയാവുന്ന ഒരു ശിക്ഷയാണ് നാം അവർക്ക് ഒരുക്കിയത്. അതിൽ അവസാനിക്കുന്നില്ല. ഇവരുടെ ദുൽമിന്, ഇവർ കാണിച്ച ആ ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും അവരുടെ അതിക്രമ മനോഭാവത്തിനുമൊക്കെ അതിനുള്ള പ്രതിഫലമായിട്ട് നാം അവർക്ക് അദാബുൻ അലീം ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു തുടർന്ന് പറയുന്നത്. അപ്പൊ ഈ മുങ്ങി മരിച്ച അനുഭവത്തില് അവരുടെ കഥ അവസാനിക്കുന്നില്ല എന്നർത്ഥം. ഈ ലാലിമുകൾക്ക് അവരുടെ ദുൽമിന് തത്തുല്യമായ ശിക്ഷ പാരത്രിക ലോകത്ത് അദാബുൻ അലീം, വളരെ വേദനയേറിയ ശിക്ഷ നാം ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുകൂടിയാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഈ രണ്ട് സമൂഹങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് മക്കയിലെ നമ്മൾ ഇതുവരെ 34-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗത്ത് പരാമർശിച്ച മക്കയിലെ ആളുകളുടെ കുഫ്റും നിഷേധവും ദുൽമും ഒക്കെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയായിട്ട് അവർക്ക് ഈ മുൻ അനുഭവങ്ങളിൽ നിന്ന് വേണമെങ്കിൽ പാഠം ഉൾക്കൊള്ളാം എന്ന നിലക്കാണ് ഈ രണ്ട് സമൂഹങ്ങളുടെ ചരിത്രവും വളരെ ആറ്റിക്കുറുക്കി ചില പരിമിതമായ വാക്കുകളിലായിട്ട് അല്ലാഹു ഇവിടെ പകർന്നു നൽകുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫുർഖാനിലെ 35 മുതൽ 37 വരെയുള്ള 3 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.